അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എൻ്റെ പ്രിയമുള്ളവരെ, കഴിഞ്ഞ ദിവസം ആയിഷ റഷ എന്ന് പറയുന്ന 21 വയസ്സ് മാത്രമുള്ള ഒരു പെൺകുട്ടിയുടെ ആത്മഹത്യ ചെയ്ത ഒരു വാർത്ത നമ്മൾ കാണാനിടയായി. മംഗലാപുരത്ത് ഫിസിയോതെറാപ്പിക്ക് പഠിക്കുന്ന ഒരു പെൺകുട്ടിയാണ്. തൻ്റെ പ്രിയപ്പെട്ട ആൺ സുഹൃത്ത് കോഴിക്കോട് എരഞ്ഞിപ്പാലത്ത് ബഷീറുദ്ദീൻ്റെ വീട്ടിലാണ് ഈ സഹോദരിയുടെ മരണം കാണാനിടയായത്. അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ പുറത്ത് വന്ന സമയത്താണ് ഈ പെൺകുട്ടി വീട്ടിനകത്ത് മരിച്ച നിലയിൽ ഞാൻ കണ്ടത്. ഉടനെ തന്നെ ഹോസ്പിറ്റലിൽ എത്തിച്ചു. ഞാൻ ആദ്യം ഭർത്താവാണ് എന്ന് ആ സഹോദരൻ പറഞ്ഞിട്ടുണ്ട്. പിന്നീട് പറഞ്ഞു ഞാൻ പ്രേമിക്കുന്ന പെൺകുട്ടിയാണ് എന്നും പറഞ്ഞിട്ടുണ്ട്. പേരൊക്കെ മാറ്റി ഹോസ്പിറ്റലിലും മറ്റും പോലീസിനോടൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനത്തെ ഒരു സാഹചര്യമാണ് എൻ്റെ പ്രിയമുള്ളവരെ കഴിഞ്ഞ ദിവസം കാണാനിടയായത്. പക്ഷേ ഈ പെൺകുട്ടിയുടെ ബന്ധപ്പെട്ടവരെല്ലാവരും പറയുന്നുണ്ട്, ഒരിക്കലും ആയിഷ അങ്ങനെ ഒരു കാര്യം ചെയ്യില്ല, എന്തെങ്കിലും ഒരു പ്രശ്നങ്ങളില്ലാതെ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. അവൾ അങ്ങനത്തെ ഒരു കുട്ടിയല്ല. ലോൺ എടുത്തിട്ടൊക്കെയാണ് മാതാപിതാക്കൾ അവളെ പഠിപ്പിക്കുന്നത്. അവളെ പഠിപ്പിക്കുമ്പോൾ ഒരുപാട് ലക്ഷ്യങ്ങൾ അവൾക്കുണ്ടായിരുന്നു. ഒരിക്കലും മാതാപിതാക്കളെ വേദനിപ്പിക്കുന്നവളല്ല അവൾ എന്ന് എൻ്റെ പ്രിയമുള്ളവരെ പറയുന്നുണ്ട്. എങ്ങനെ പറഞ്ഞാലും എന്ത് ചെയ്താലും നഷ്ടപ്പെടേണ്ടവർക്ക് നഷ്ടപ്പെട്ടു, അല്ലേ? അങ്ങനെ തന്നെയാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ എൻ്റെ പ്രിയമുള്ളവരെ, ആ ജീവിത ശൈലിയും അവരുടെ ജീവിതത്തിൻ്റെ കഥകളും എന്ന് എടുത്തു നോക്കുമ്പോൾ നമുക്ക് തന്നെ ഈ വാർത്ത കേൾക്കുമ്പോൾ സങ്കടം തോന്നുന്നുണ്ട്. ആ കുടുംബത്തിന് താങ്ങാൻ കഴിയില്ല, ഉപ്പാക്കും ഉമ്മാക്കും താങ്ങാൻ കഴിയില്ലല്ലോ, അല്ലേ? കുടുംബങ്ങൾക്ക് താങ്ങാൻ കഴിയില്ലല്ലോ. ആ പെൺകുട്ടിയുടെ കുടുംബങ്ങൾ മുഴുവനും ആ പെൺകുട്ടിയെ സപ്പോർട്ട് ചെയ്തിട്ട് പല സംഭവങ്ങളും പറയുന്നുണ്ട്. ഇപ്പം നേരെ തിരിച്ചും അങ്ങനെ തന്നെ ആയിരിക്കും. ആണിൻ്റെ ഭാഗത്ത് നിന്ന് ആണിൻ്റെ ആളുകളും ചിലപ്പോൾ അവനെ സപ്പോർട്ട് ചെയ്തിട്ടും മറ്റു കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ടാകും. പക്ഷേ എങ്ങനെ സംസാരിച്ചാലും ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരു ബന്ധുവിൻ്റെ ഒരു വാർത്തയും കൂടെ, ഒരു വാക്കും കൂടെ കേട്ടു. പിന്നെ ഇവരറിയോ എന്ന് ചോദിക്കുമ്പോൾ 2 വർഷങ്ങൾക്ക് മുമ്പ് ഇവർ 2 പേരെയും ഒരുമിച്ച് കാണുകയൊക്കെ ചെയ്തിട്ടുണ്ട് എന്ന്. വലിയ ഒരു ദുരൂഹതകൾ അതിൻ്റെ പിറകിലുണ്ട്, അല്ലേ? ഈ പെൺകുട്ടി എങ്ങനെയാണ് ആൺ സുഹൃത്തിൻ്റെ വീട്ടിലെത്തിയത്? മംഗലാപുരത്ത് പഠിക്കുന്ന ഈ പെൺകുട്ടി ആൺ സുഹൃത്തിൻ്റെ വീട്ടിലേക്ക് കോഴിക്കോടേക്ക് എത്തുന്നത് ഈ മാതാപിതാക്കൾ പാരൻസ് അറിഞ്ഞിട്ടില്ല. പിന്നെ അവർ പറയുന്നുണ്ട്, അവൻ വശീകരിച്ച് അവന് ഭീഷണിപ്പെടുത്തിയിട്ടൊക്കെയാണ് അവൾ എന്തെങ്കിലും ഫോട്ടോകളൊക്കെ എടുത്തിട്ട് അങ്ങനെയൊക്കെ ആയിരിക്കും അവൾ എത്തിയിരിക്കുന്നത്. എങ്ങനെ നമ്മൾ പറഞ്ഞാൽ ഇന്നത്തെ കാലഘട്ടം ഒന്ന് നോക്കൂ നിങ്ങൾ. എങ്ങനെ എത്ര വേണമെങ്കിലും ഒരാൾ നമ്മെ ഭീഷണിപ്പെടുത്തിയാൽ, എത്ര നമ്മളെ പ്രയാസപ്പെടുത്തിയാലും അവർക്കെതിരെ ഇന്ന് ആക്ഷൻ എടുക്കാൻ 100 വഴികൾ നമുക്ക് മുമ്പിലുണ്ട്. ഇല്ലെന്ന് പറയാൻ നമുക്ക് കഴിയുമോ? ഇല്ല. അപ്പോൾ സത്യം പറഞ്ഞാൽ ഈ പെൺകുട്ടി എത്തിയതും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങൾ, ഇപ്പോൾ 2 വർഷം മുമ്പ് തന്നെ ഈ ബന്ധങ്ങളുണ്ട് എന്നൊരു സഹോദരൻ്റെ ഒരു വാക്ക് കേൾക്കാനിടയായി. എങ്ങനെ പറഞ്ഞാലും എൻ്റെ പ്രിയമുള്ളവരെ, ഈ പെൺകുട്ടി ഇവർ തമ്മിൽ 2 പേരും ഒരുമിക്കാതെ ഈ 2 വർഷത്തെ ഇത്രയും കാലങ്ങൾ അവർ കടന്നു പോകൂല. നമ്മൾ പഠിക്കാൻ വിടുന്ന നമ്മുടെ കുട്ടികളുണ്ടല്ലോ, അവരെ നമ്മൾ നല്ലവണ്ണം ശ്രദ്ധിക്കണം. പല ആൾക്കാർക്കും ഇന്നെങ്ങനെ അറിയാം, എൻ്റെ കുട്ടി ഒരു തെറ്റിക്കും പോകൂല, എൻ്റെ കുട്ടി ഒരു ഹറാമിലേക്കും പോകൂല, ഒരു ലഹരികളിലേക്ക് പോകൂല. ഇങ്ങനെയാണ് പല കുട്ടികളും പല ചെറുപ്പക്കാരും അവരുടെ ഉമ്മമാര് വാപ്പമാര് ഇന്ന് മനസ്സിലാക്കുന്നത്. നിങ്ങളുടെ കുട്ടി ഇങ്ങനെ പ്രശ്നത്തിലുണ്ട് കേട്ടോ എന്ന് പറയുമ്പോൾ എൻ്റെ കുട്ടി ഒരിക്കലും അങ്ങനെ പോകൂല, അല്ലെങ്കിൽ ഒരിക്കലും എൻ്റെ കുട്ടി അങ്ങനെ ചെയ്യൂല എന്നുള്ള ഒരു മൈൻഡിലേക്ക് ഇന്ന് പല രക്ഷിതാക്കളും എത്തപ്പെടുന്നു. സത്യം പറഞ്ഞാൽ ഇന്ന് അധ്യാപകരായ പല ആളുകളും പറയാണ്, ഞങ്ങളത് പറയുമ്പോൾ രക്ഷിതാക്കൾ നമ്മളോട് ചൂടാവും, എൻ്റെ കുട്ടീൻ്റെ അടുത്ത് അങ്ങനെ ഒന്നും ഉണ്ടാകൂല. പക്ഷെ ഏറ്റവും മുമ്പന്തിയിൽ നിൽക്കുന്നത് അവനായിരിക്കും. പിന്നെ രക്ഷിതാക്കളോട് നമ്മൾ ഫൈറ്റ് ചെയ്ത് സംസാരിക്കേണ്ട അവസ്ഥയാണ്. പല അധ്യാപകരും സ്കൂളുകളിൽ നിന്നും ക്യാമ്പസുകളിൽ നിന്നൊക്കെ പല പ്രശ്നങ്ങളെ കൊണ്ട് പിടിക്കുന്ന മക്കളുടെ രക്ഷിതാക്കളുടെ അവസ്ഥ പറയുന്നത്. എൻ്റെ പ്രിയമുള്ളവരെ നോക്കൂ നിങ്ങൾ, ഈ പെൺകുട്ടിയെ മംഗലാപുരത്ത് പഠിക്കാൻ വേണ്ടി വിട്ട രക്ഷിതാക്കളാണ്. അവരെപ്പോഴും തീർത്ത് പറയാണ്, എൻ്റെ കുട്ടി അങ്ങനെയൊന്നും ചെയ്യില്ല, എൻ്റെ കുട്ടി അങ്ങനെയൊന്നും ഉണ്ടാകില്ല എന്നുള്ളത്. എങ്ങനെയായാലും അതിൻ്റെ കേസുകൾ, അന്വേഷണങ്ങളും മറ്റുമൊക്കെ പുറത്ത് വരട്ടെ. നമ്മൾ അതിനെക്കുറിച്ച് ഇങ്ങനത്തെ ഒരു സംഭവം കണ്ടപ്പോൾ എൻ്റെ പ്രിയമുള്ളവരെ വല്ലാതെ പേടിച്ചു പോയി. നമുക്കൊക്കെ പെൺമക്കളുണ്ട്, നമുക്ക് കാൺമക്കളുണ്ട്, അല്ലേ? നമ്മളൊക്കെ പേടിക്കുന്ന ഒരു സാഹചര്യത്തിലാണുള്ളത്. അവരുടെ പോക്കുകളും നീക്കവും ഒന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. ഇന്ന് നോക്കും എന്നിരുന്നാലും നമ്മൾ ഇപ്പോൾ സമൂഹത്തിൽ നടക്കുന്ന 1-2 സംഭവങ്ങൾ, ഒരു സാധാരണയായിട്ട് നമ്മുടെ ചെറുപ്പക്കാർക്കിടയിൽ ഈ ചെറിയ പെൺമക്കൾ 21-22 വയസ്സുള്ളത്, അതിൽ 20ൻ്റെ താഴെയുള്ള കുട്ടികളിൽ വരെ നടക്കുന്ന ഒരു സംഭവങ്ങൾ. അവർ പ്രണയിക്കുക, പിന്നെ അവരുടെ അങ്ങനെ ജീവിക്കാൻ തുടങ്ങുകയാണ്. അവർ സ്വന്തമായിട്ടൊരു ജീവിതം,
ഈ ചെറുക്കന് എവിടെയെങ്കിലും പോയിട്ട് പണിയെടുക്കുക, എന്നിട്ട് അവൾക്ക് എന്തെങ്കിലും വാങ്ങിക്കൊണ്ടേ കൊടുക്കുക, അവൾക്ക് ഡ്രസ്സ് എടുത്ത് കൊടുക്കുക, അവൾക്ക് എന്ത് പറഞ്ഞാലും അത് ചെയ്ത് കൊടുക്കുക, വാപ്പയും ഉമ്മയൊന്നും വേണ്ടപ്പോൾ ആ ഒരു രീതിയിലേക്ക് ഇന്ന് നമ്മുടെ കാലം മാറിയിരിക്കുകയാണ്. വിവാഹം നോക്കും നിങ്ങൾ, വാപ്പയും ഉമ്മയ്ക്കും ഒരു ആഗ്രഹം ഉണ്ടാവും, ഒരു താല്പര്യം ഉണ്ടാവും. ആ ഒരു താല്പര്യങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇന്ന് നമ്മുടെ മക്കൾക്ക് വേണ്ട. അവർ കണ്ടെത്തിയവർ, അവനക്കാണെന്നുണ്ടെങ്കിൽ ഏതാണോ അവന് കണ്ടെത്തിയ പെണ്ണ് ഇങ്ങനെയാണ് വേണ്ടത്, അവരുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്ന്, അവളുടെ ജീവിതം എന്താണ്, ഒന്നുമില്ല, ഒരു സൗന്ദര്യം കണ്ടിട്ട് എന്നിട്ട് പറയാം ഞാൻ അവളെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുകയാണ്. നമ്മളൊരു സ്നേഹത്തിൻ്റെ ഒരു ഉറവുണ്ട്, അത് പൊട്ടണം എന്നുണ്ടെങ്കിൽ ഒരു പ്രായത്തിനുണ്ട്. ഈ 15-16 വയസ്സാകുമ്പോഴത്തേക്ക് പ്രേമിക്കുക, വർഷങ്ങളോളം പ്രേമിച്ച് നടന്നിട്ട് എന്നിട്ട് പിന്നെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ഫൈറ്റ് ചെയ്യാണ്, ജീവിതമേ നഷ്ടപ്പെടുന്ന രൂപത്തിൽ. ഒന്ന് നോക്കൂ നിങ്ങൾ, ഹറാമ് കൊണ്ടല്ല ഇതൊക്കെ തുടങ്ങുന്നത്. ഹറാമ് കൊണ്ട് തുടങ്ങിയാൽ അത് ഹറാമ് കൊണ്ട് തന്നെ, വലിയ ദുരന്തം കൊണ്ട് തന്നെ, ജീവിതത്തിൽ ബർക്കത്ത് നഷ്ടപ്പെട്ട രൂപത്തിൽ തന്നെയല്ലേ ആ കുടുംബജീവിതമായി മാറുന്നത് എന്ന് എൻ്റെ പ്രിയമുള്ളവരെ നമ്മളൊന്ന് മനസ്സിലാക്കണം. ഇപ്പോൾ പ്രേമം അല്ലേ, പല ആളുകളും ഇന്ന് പെൺകുട്ടികളും ആൺകുട്ടികളൊക്കെ പ്രേമിച്ച് തുടങ്ങുക, എന്നിട്ടത് സെക്സ് രൂപത്തിൽ, വ്യഭിചാര രൂപത്തിൽ വരെ ഇന്ന് എൻ്റെ പ്രിയമുള്ളവർ ശാരീരിക ബന്ധങ്ങൾ വരെ ഇന്ന് പല സ്ഥലങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ ഇപ്പോൾ ഒന്നും വേണ്ട, നമ്മൾക്ക് ടൗൺ ഏരിയകളിൽ കച്ചവടം നടത്തുന്ന പല ആളുകളുണ്ട്. ഇപ്പോൾ ഇന്നലെയും കൂടെ ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത് എൻ്റെ റൂമിൽ വന്നിട്ട്, പിന്നെ ഞാൻ സ്ഥലം കാര്യങ്ങളൊന്നും പറയുന്നില്ല, ഒരു ടൗണിൽ ജോലി ചെയ്യുന്ന ഒരു കച്ചവടം നടത്തുന്ന ഒരു സഹോദരൻ വന്നിട്ട് പറയാണ്, ഞങ്ങൾ കാട്ടലാണ് കുട്ടികളെ. ഒന്ന് ആലോചിച്ച് നോക്കാം നിങ്ങൾ, ആ കടൻ്റെ പരിസരത്തൊക്കെ വന്നിട്ട് കാട്ടുന്നതും അവർ ചെയ്യുന്നതൊക്കെ കാണുമ്പോൾ ഞങ്ങൾ അവിടുന്ന് അവരെ ആട്ടിവിടും. നമ്മൾ ചോദ്യം ചെയ്താൽ നമ്മൾ കുറ്റക്കാരാകും. ചോദ്യം ചെയ്താൽ അവർ പറഞ്ഞ് ഞങ്ങൾ കസിനാണ്, ഇതെൻ്റെ കുടുംബമാണ്, ഇതെൻ്റെ ആങ്ങളയാണ് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സംഭവമായിട്ട് പറയും, അല്ലെങ്കിൽ എൻ്റെ പെങ്ങളാണ്, ഇങ്ങനെയൊക്കെ പറയും. പക്ഷെ അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ കണ്ടാൽ നമുക്ക് തന്നെ അറപ്പ് തോന്നും. ഉസ്താദ് എന്ന സങ്കടത്തോടെ സഹോദരൻ പറയാണ്, ഇന്ന് ഇതാണ് നമ്മുടെയൊക്കെ കാലഘട്ടം, നമ്മുടെയൊക്കെ സാഹചര്യം, നമ്മുടെ മുമ്പിലൂടെയൊക്കെ കടന്നു പോകുന്ന അവസ്ഥ. അതുകൊണ്ട് ഈ വിഷയത്തിൽ നമ്മുടെ മക്കൾ, പെൺകുട്ടികളാകട്ടെ ആൺകുട്ടികളാകട്ടെ, അവരെ വിശ്വസിക്കാൻ നമുക്ക് കഴിയില്ല. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു ലഹരി ഉപയോഗിച്ചുകൊണ്ട് ഒരു കുട്ടിയെ, ഒരു +2കാരനെ എൻ്റെ മുമ്പിലേക്ക് കൊണ്ടുവരികയാണ്. ആ കൊണ്ടുവരുന്ന സമയത്ത് അവൻ്റെ വാപ്പൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യമുണ്ട്, ഉസ്താദ് ഞാൻ ഇവൻ്റെ അടുത്ത് ചോദിക്കും, നീ എന്തെങ്കിലും ലഹരി യൂസ് ചെയ്യുന്നുണ്ടോ, അപ്പോൾ എന്തെങ്കിലും ലഹരി യൂസ് ചെയ്യുന്നുണ്ടോ ചോദിക്കുമ്പോൾ അവൻ പറയും, ഇല്ല വാപ്പ, ഞാൻ അങ്ങനത്തെ ഒന്നും ചെയ്യലില്ല. അപ്പോൾ ഇങ്ങനെ ഉണ്ട്, അല്ലെങ്കിൽ കഞ്ചാവ് അല്ലെങ്കിൽ എന്തെങ്കിലും ലഹരിയുടെ പേരൊക്കെ പറഞ്ഞിട്ട് ഞാൻ അവനെങ്ങനെ മോട്ടിവേറ്റ് ചെയ്യും, അല്ലെങ്കിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടോ, എനിക്കതൊന്നും അറിയില്ല, ഇങ്ങനെ എന്ത് ചെയ്യും, എന്നോട് അവന് സംസാരിക്കും. പക്ഷെ അവൻ്റെ അടുത്ത് തന്നെ കഞ്ചാവ് ഉപയോഗിക്കുന്നു എന്ന് ഞാൻ അറിഞ്ഞപ്പോൾ എൻ്റെ കൽബ് പൊട്ടി, ഞാൻ കരഞ്ഞു, ഞാൻ തകർന്നു എന്ന് എൻ്റെ പ്രിയമുള്ള ഒരു വാപ്പ സങ്കടം പറഞ്ഞിട്ടുണ്ട്. എൻ്റെ പ്രിയമുള്ളവരെ, സത്യം പറഞ്ഞാൽ ഞാനിതൊക്കെ ഇങ്ങനെ ആലോചിക്കുമ്പോൾ ഇന്ന് നമ്മുടെ മക്കൾ നമ്മുടെ മുമ്പിൽ നേരസരാണ്, അവർ മാന്യരാണ്, നല്ല രൂപത്തിലാണ് അവരുടെ ചിന്തയും സംസാരവും പ്രവർത്തനമൊക്കെ. പക്ഷേ അവർ ഏത് രൂപത്തിലൂടെ സഞ്ചരിക്കുന്നെന്നോ മറ്റൊന്നും നമുക്ക് പറയാൻ കഴിയുന്നില്ല. റബ്ബ് നമുക്ക് ബോധം നൽകട്ടെ, അല്ലാഹു തആല നമുക്ക് ബോധം നൽകട്ടെ, നമ്മുടെ മക്കളൊക്കെ അല്ലാഹു തആല സ്വാലിഹ്യങ്ങളിൽ പെടുത്തട്ടെ. എൻ്റെ പ്രിയമുള്ളവരെ, അതുകൊണ്ട് ജീവിതത്തിൽ ഒരിക്കലും തന്നെ നമ്മുടെ മക്കളുടെ കാര്യത്തിൽ അശ്രദ്ധ നമ്മളാകരുത്. അല്ലാഹു തആല നമുക്ക് തന്ന അമാനത്തായ സ്വത്താണല്ലോ നമ്മുടെ മക്കൾ. ഈ മക്കളുടെ കാര്യത്തിൽ നമുക്ക് പരിപൂർണമായ ഉത്തരവാദിത്വമുണ്ട്. അത് നിർവഹിച്ചിട്ടില്ല എങ്കിൽ മക്കളുടെ കാരണത്താൽ നമ്മൾ ഇരുലോകത്തും നമ്മൾ തലകുനിക്കേണ്ട അവസ്ഥ വരും. പഠിക്കാൻ വിടുമ്പോൾ അവിടുത്തെ ഓരോ കാര്യങ്ങളും നമ്മൾ അറിയണം. നമ്മൾ അറിഞ്ഞിട്ടില്ലെങ്കിൽ അത് നമുക്ക് തന്നെയാണ് അതിൻ്റെ നഷ്ടം. അവിടെ ഏതെങ്കിലും രൂപത്തിൽ നമ്മളൊരു ഹാൻഡ് ഉണ്ടാക്കിയിട്ട് ബന്ധപ്പെട്ട ആൾ അല്ലെങ്കിൽ അങ്ങനത്തെ സ്ഥാപനത്തിൽ കൊണ്ടുവിടണം, അല്ലെങ്കിൽ നമ്മുടെ കൈവിട്ടിട്ട് അവരെ വിടാതിരിക്കാം. നമുക്ക് ആഗ്രഹം ഉണ്ടാവും അല്ലേ, നമുക്ക് നമ്മുടെ മക്കൾ പഠിക്കണം, അവർ നല്ല രൂപത്തിൽ നല്ല നിലയിലെത്തണം, ഇതൊക്കെ. പക്ഷെ അവരൊന്നും ആ ഒരു ചിന്തയിലേക്കല്ല ഇന്ന് പല മക്കളും പോകുന്നത്. ഇപ്പോൾ ഒരു പ്രേമത്തിൻ്റെ വിഷയം എൻ്റെ മുമ്പിലേക്ക് വന്നപ്പോൾ ഒരു പെൺകുട്ടി, ആ പെൺകുട്ടിക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്ഥാപനത്തിൽ വാപ്പ വലിയ പൈസയൊക്കെ കൊടുത്തിട്ടാക്കിയിട്ടുണ്ട്. പക്ഷേ ഈ പ്രേമ വിഷയം വന്നപ്പോൾ ആ കുട്ടിയുമായിട്ട് സംസാരിക്കുന്ന സമയത്ത് ആ പെൺകുട്ടി പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ ഇന്ന് എൻ്റെ വാപ്പാനോട് ഇത്രയും പൈസ കൊടുത്തിട്ട് പഠിക്കാനും മറ്റും സ്ഥാപനത്തിൽ കൊണ്ടുവിടാൻ വേണ്ടിയിട്ട് ഞാൻ ആവശ്യപ്പെടുന്നത് ഞാൻ സ്നേഹിച്ച എൻ്റെ കാമുകൻ എനിക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അത്രത്തോളം വെയിറ്റ് എനിക്ക് ചെയ്യേണ്ടി വരുന്നത്. ഇന്ന് ആ പെൺകുട്ടിക്ക് 18 വയസ്സ്, ഈ ആൺകുട്ടിക്കും 18 വയസ്സ്. അവനിക്കൊരു വിവാഹം എത്തണമെങ്കിൽ 21, 22, 23 വയസ്സാകണം. അപ്പോൾ ഈ പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം വിവാഹപ്രായം എത്തിയിട്ടുണ്ട്.
അവളെ സംബന്ധിച്ചാണെന്നുണ്ടെങ്കിൽ പാപ്പ പെട്ടെന്ന് കെട്ടിച്ചു വിടാൻ നിൽക്കുകയാണ്. ആ ഒരു സാഹചര്യത്തിൽ ഇവളെടുത്തൊരു തീരുമാനമാണ് അത്ര, എന്ത്, എൻ്റെ വിവാഹം അവനെ കൊണ്ടേ നടത്താൻ പാടുള്ളൂ, അതിന് വേണ്ടിയിട്ട് സമയം വേണം അല്ലേ. അപ്പോൾ കുറച്ചങ്ങോട്ട് ലോങ് ആയിട്ട് പോയി കഴിഞ്ഞാൽ എന്താകും, അവിടെ കോഴ്സും അവിടെ പഠനം മറ്റു ജോലിയൊക്കെ ആയി അങ്ങനെ നിൽക്കുമ്പോൾ കുറച്ചും കൂടെ അങ്ങോട്ട് പോകും. ഞാനിപ്പോൾ വിവാഹം വേണ്ട, കാരണം ഞാൻ കരുതി വെച്ചൊരുത്തൻ ഓനെ കിട്ടണം എനിക്ക്. എൻ്റെ പ്രിയമുള്ളവരെ, എന്നിട്ടോ ഇന്ന് ഞാനിങ്ങനെ അന്വേഷിച്ച് നോക്കുമ്പോൾ ഇതുപോലെ തന്നെ ലോങ്ങിൽ നിന്ന് വരെ ഇപ്പോൾ ആ പെൺകുട്ടി പഠിക്കുന്നത് ഒരു സ്ഥലത്ത്, ആ പെൺകുട്ടി പഠിക്കുന്നത് ഒരു ഭാഗത്താണ്, പക്ഷെ ആൺകുട്ടി പഠിക്കുന്ന മറ്റൊരു ഭാഗം, ഞാനതൊന്നും പറയുന്നില്ല. മംഗലാപുരം ഭാഗത്ത് തന്നെയാണ് ഈ പെൺകുട്ടിയുടെ പഠനം. ഈ ചെറുപ്പക്കാരൻ പഠിക്കുന്ന എറണാകുളം ഭാഗത്താണ്. എന്നിട്ട് അവളെ കാണാൻ വേണ്ടിയിട്ട് അവൻ അങ്ങോട്ട് ട്രെയിന് പിടിച്ചിട്ട് പോകും, അവനിക്ക് കിട്ടുന്ന ലീവ് കിട്ടുന്ന ദിവസങ്ങളിലൊക്കെ. ഇങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ എൻ്റെ പ്രിയമുള്ളവരെ നടക്കുകയാണ്. ഇവരുടെയൊക്കെ ജീവിതത്തിൽ എവിടെ നിന്നാണ് ബർക്കത്ത് കിട്ടുക? ഇവരുടെ ജീവിതത്തിലൊക്കെ എവിടെയാണ് സന്തോഷം കിട്ടുക? ഇവരൊക്കെ ഒരു ഭാവിയിൽ നല്ല ഭാസുരമായൊരു ജീവിതം ഇവർക്ക് സ്വന്താക്കാൻ കഴിയുമോ? ആ കുടുംബം തന്നെ പരാജയപ്പെട്ടു പോകൂലേ? ഇപ്പൊ നോക്കൂ നിങ്ങൾ, വിവാഹ ജീവിതം പരാജയപ്പെടുന്നു. കാരണം എന്താണ്? അവർക്ക് ഇഷ്ടം, മാപ്പയ്ക്ക് ഇഷ്ടമുണ്ടാവില്ല, അമ്മക്ക് ഇഷ്ടമുണ്ടാവില്ല, മറ്റുള്ളവർക്ക് ഇഷ്ടമാവില്ല. അങ്ങനത്തെ വിവാഹമാണ് ഇന്ന് സമൂഹത്തിൽ പല സ്ഥലത്തും നടക്കുന്നത്. അതുകൊണ്ടാണ് ഈ ഒരു സംഭവം നടക്കുന്നത്. ഇന്ന് പ്രേമെന്ന് പറഞ്ഞ കുട്ടികൾക്ക് അതില്ലെങ്കിൽ മോശക്കാരനാ അവൾ, അല്ലെങ്കിൽ മോശക്കാരിയ, ആ രൂപത്തിലേക്ക് നമ്മുടെ സമൂഹം മാറപ്പെട്ടു എന്നതാണ് എൻ്റെ പ്രിയമുള്ളവരെ യാഥാർത്ഥ്യം. അല്ലാഹു തആല നമ്മുടെ മക്കളൊക്കെ സാലിഹീങ്ങളിൽ പെടുത്തട്ടെ. മക്കളുടെ വിഷയത്തിൽ, പഠന വിഷയത്തിൽ എല്ലാത്തിലും നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ പഠിച്ച് ഭയങ്കര സംഭവമാക്കിയിട്ട് അവിടെ ഇവിടെയും കൊണ്ടാക്കി പെൺമക്കളൊക്കെ കൊണ്ടാക്കുമ്പോൾ അവർക്ക് വേറെ രൂപത്തിലാണ് നടക്കുന്നത് എന്ന് നമ്മളൊന്നറിയണം. പഴയ കാലത്തൊന്ന് എടുത്തു നോക്കൂ, അവർ ഇന്ന സമയമായി കഴിഞ്ഞാൽ അവരെ കെട്ടിച്ചു വിടുകയാണ്. പിന്നെ അവരുടെ ഭർത്താവ്, അവരുടെ മക്കൾ, അവരുടെ കുടുംബമായിട്ട് ജീവിക്കുമ്പോൾ ഇതുപോലുള്ള ആത്മഹത്യകളോ പ്രശ്നങ്ങളോ നമ്മുടെ സമൂഹത്തിൽ കാണാറില്ല അല്ലേ. ഇത് നോക്കുന്ന ആത്മഹത്യയും മറ്റൊക്കെ വർദ്ധിച്ചു വരുന്നത് എങ്ങനെയാണ്? നമ്മുടെ മക്കളെ പഠിക്കണം, ഒരു നല്ല ജോലിയിലെത്തണം, അല്ലെങ്കിൽ ഭർത്താവിൻ്റെ ഇതുകൊണ്ട് മാത്രം കഴിയൂലല്ലോ എന്നുള്ള രൂപത്തിൽ എത്തിയപ്പോഴാണ് ഇങ്ങനെയൊക്കെ നമ്മുടെ മക്കളായി മാറുന്നത് എന്നുള്ള ഒരു യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കുക. നമ്മുടെ മക്കളെ നമുക്ക് പിടിച്ചാൽ കിട്ടുന്ന രൂപത്തിലേക്ക് നമ്മൾ വളർത്തിയെടുക്കുക. അല്ലാഹു കാക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.